വ അഹ്ലുർ റുസ്താഖ്, ഗ്രാമവാസികളായ ആളുകൾ വിചാരണയൊന്നും തന്നെ കൂടാതെ നരകത്തിലാണ്. പൊന്നാര മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. 6 വിഭാഗം ആളുകളെ എണ്ണുന്ന കൂട്ടത്തില് 5ാമത്തെ വിഭാഗമായി പൊന്നാര മുത്തുനബി തങ്ങൾ എണ്ണുകയാണ്. എന്തുകൊണ്ടാണ് ഈ ഗ്രാമവാസികളായ ആളുകൾ നരകത്തിലേക്ക് പോകാനുള്ള കാരണം എന്തുകൊണ്ടാണ്? ബിൽ ജഹാല, അവരുടെ അജ്ഞത കാരണത്താലാണ്, വിവരമില്ലായ്മ കാരണത്താലാണ്. അതേ മുഹദ്ദിസീങ്ങൾ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പഠിപ്പിച്ചു തരുന്നുണ്ട്. പഠിക്കാൻ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും പഠിക്കാതെ അതേ ആ രൂപത്തിൽ ജീവിച്ചതായ ആളുകൾ ഇല്ലേ? പഴയ കാലമല്ലല്ലോ ഇപ്പോ. എല്ലാ സംവിധാനങ്ങളുമുണ്ട്. ഏതെല്ലാം സംവിധാനങ്ങൾ! നമുക്ക് പ്രത്യേകം ക്ലാസുകൾക്ക് പോകണമെന്നില്ല പഠിക്കാൻ. പണ്ടൊക്കെ പ്രായമുള്ള ആളുകൾ പറയും, പണ്ടത്തെ മദ്രസ സംവിധാനങ്ങൾ, ഇൽമു പഠിക്കാൻ അവസരങ്ങളില്ല. വീട്ടിലെ പ്രാരാബ്ദങ്ങൾ കാരണത്താൽ ജോലിക്കും കൂലിക്കുമൊക്കെ പോകും. മദ്രസയിലോ സ്കൂളിലോ ഒന്നും പോകാൻ സമയമോ സൗകര്യമോ ഒന്നും ഉണ്ടാവുകയില്ല. അങ്ങനെ ഒരു ദാരിദ്ര്യത്തിന്റെ കാലം ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ സാഹചര്യം നമ്മളൊന്ന് ആലോചിച്ചു നോക്ക്. ഇന്ന് എന്തെല്ലാം സംവിധാനങ്ങൾ, സ്കൂൾ സംവിധാനങ്ങൾ, മദ്രസ സംവിധാനങ്ങൾ, ഓൺലൈൻ ട്യൂഷൻ സംവിധാനങ്ങൾ എല്ലാമുണ്ട്. ഇനി അതൊന്നുമില്ല എങ്കിൽ നമ്മുടെ വിരൽ തുമ്പിൽ ഉള്ളതായ നമ്മുടെ ഹൈടെക് മൊബൈൽ ഫോണിലും നമ്മുടേതായ കമ്പ്യൂട്ടറുകളിലും ഒക്കെ നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് പഠിക്കാൻ ഇന്ന് എല്ലാ സംവിധാനങ്ങളുമുണ്ട്. നിസ്കാരത്തെ കുറിച്ച് പഠിക്കണം. നിസ്കാരത്തിന്റെ ഫർദ് അറിയില്ല, ഉടൻ തന്നെ ഗൂഗിളിൽ കയറി നിസ്കാരത്തിന്റെ ഫർദുകളെന്ന് അടിച്ചു കൊടുക്കുമ്പോ നിസ്കാരത്തിന്റെ ഫർദുകൾ ഇങ്ങനെ വരികയാണ്. അല്ലെങ്കിൽ യൂട്യൂബുകളിൽ വലിയ വലിയ ആലിമീങ്ങൾ, ഉസ്താദുമാരുടെ ക്ലാസ്സുകളുണ്ട്. അതിങ്ങനെ നമ്മൾ ആ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോ നമുക്ക് പഠിക്കാൻ കഴിയുന്നു, ഇല്ലേ? ഈ രൂപത്തിൽ നമുക്ക് സംവിധാനങ്ങളൊക്കെ ഉണ്ടായിട്ടും ആ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താതെ വെറും അജ്ഞരായി കഴിയുന്നവർ ഉണ്ടോ? അവർ അവരുടെ അജ്ഞത കാരണത്താൽ നരകത്തിലേക്ക് പോകുമെന്ന് സയ്യിദുൽ വജൂദ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന അമലുകളെ കുറിച്ച് വ്യക്തമായ ധാരണ, വ്യക്തമായ അറിവുകൾ നമുക്കുണ്ടാകണം. അറിവോടുകൂടി ചെയ്യുന്ന ഇബാദത്തുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നത്. നിസ്കാരമാണോ നിർവഹിക്കുന്നത്, ആ നിസ്കാരത്തെ കുറിച്ചുള്ള വിവരം നിനക്കുണ്ടായിരിക്കണോ? നീ നോമ്പാണോ പിടിക്കുന്നത്, ആ നോമ്പിനെ കുറിച്ചുള്ള വിവരം നിനക്കുണ്ടാകണോ? ഏത് കർമ്മമാണോ നീ നിർവഹിക്കുന്നത്, ആ കർമ്മത്തെ കുറിച്ചുള്ള ബോധവും അറിവും നിനക്കുണ്ടാകണം. അപ്പോൾ മാത്രമല്ലേ ആ ഇബാദത്ത് റബ്ബ് സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ മാത്രമേ റബ്ബ് ആ ഇബാദത്ത് സ്വീകരിക്കുകയുള്ളൂ. ഇനി മദ്ഹബുകളെ കുറിച്ച്, ഹനഫി മദ്ഹബ്, ശാഫിഈ മദ്ഹബ്, മദ്ഹബുകളെ കുറിച്ചുള്ളതായ വ്യക്തമായ പഠനങ്ങൾ നമുക്ക് വേണം. അതിനെക്കുറിച്ചുള്ള അറിവ് നമുക്ക് വേണം. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി, കാസർഗോഡുള്ള ഒരു പെണ്ണ്, ആ പെണ്ണ് വിളിച്ചിട്ട്, ഉസ്താദെ, നിങ്ങൾ ഹനഫി ക്ലാസ് എടുക്കുന്ന ആളായതുകൊണ്ട് ചോദിക്കുകയാണ്, എന്താണ് അവരുടെ ഭർത്താവ് അവരെ ത്വലാഖ് ചൊല്ലിയിരിക്കുന്നു. അവരെ ത്വലാഖ് ചൊല്ലി ദേഷ്യം വന്നപ്പോൾ പറഞ്ഞതാണ്, അതുകൊണ്ട് ശാഫിഈ മദ്ഹബിൽ ഇനി ഒരു അഡ്ജസ്റ്റ്മെന്റും പറ്റൂല, പകരം ഹനഫി മദ്ഹബിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. മഅദല്ലാഹ്, കല്യാണവും ജീവിതവും ഇതൊക്കെ കുഞ്ഞുകളിയാണോ? നമുക്ക് ദേഷ്യം വരുമ്പോൾ പറയാനും പറഞ്ഞു മാറ്റാനും തിരുത്താനും പറ്റുന്ന സംഗതികളാണോ? നോക്കൂ നിങ്ങള്, അങ്ങനെ ഒരു വകുപ്പ് ഹനഫി മദ്ഹബിലില്ല, അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഹനഫി മദ്ഹബിലില്ല. അവൻ തലാക്ക് ചൊല്ലിയോ, തലാക്ക് ചൊല്ലിയാൽ ബന്ധം വേർപെട്ടുപോയി, പിന്നെ വേറൊരു അഡ്ജസ്റ്റ്മെന്റ് അവിടെ ഇല്ല.
നോക്കൂ നിങ്ങള്. അപ്പം വിവരമില്ലായ്മ, അറിവില്ലായ്മ മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ട് എത്തിക്കുന്നു. ഇനി നിസ്കരിക്കുകയാണ്. നിസ്കരിക്കുമ്പോൾ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്ന നേരത്ത് എവിടം വരെയാണ് കൈ ഉയർത്തേണ്ടത്? അതിനെക്കുറിച്ച് അറിവ് വേണം. പള്ളിയിൽ ചെന്ന് നോക്ക്, ആളുകൾ ഓരോരുത്തരും നിസ്കരിക്കുമ്പോ ഓരോരുത്തരും കൈ കെട്ടുന്നത് എങ്ങനെ, എവിടം വരെയാണ് കൈ ഉയർത്തുന്നത്? സുബ്ഹാനല്ലാഹ്. ചിലരിങ്ങനെ കൈവെക്കും, ചിലർ ഇങ്ങനെ കൈവെക്കും, അല്ലാഹു അക്ബർ. ചിലരിങ്ങനെ കൈവെക്കും, എവിടം വരെയൊക്കെ വെക്കും. ഇമാമിങ്ങൾ എവിടം വരെ കൈ ഉയർത്താനാണ് പറഞ്ഞത്? ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ചുമര് വരെ കൈ ഉയർത്താൻ പറഞ്ഞു. ഇമാമുൽ ആദം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അവിടുന്ന് ചെവി വരെ കൈ ഉയർത്താൻ പറഞ്ഞു. ഇല്ലേ? ഹനഫി മദ്ഹബിൽ തന്നെ സ്ത്രീകൾ അവരുടെ നെഞ്ചു വരെയാണ് കൈ ഉയർത്തേണ്ടത്. അവരിങ്ങനെ കൈ ഉയർത്തേണ്ട ആവശ്യമില്ല. അവരുടെ നെഞ്ചു വരെയാണ് തക്ബീർ ചൊല്ലുമ്പോ കൈ ഉയർത്തി, കെട്ടുന്നതിന് മുമ്പ് കൈ ഉയർത്തേണ്ടത്. ഇങ്ങനെ ഓരോ നിയമങ്ങൾ, മസ്അലകൾ അത് കൃത്യമായി പഠിക്കണം. ഇന്ന് പഠിക്കാൻ എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്. ഹനഫി മദ്ഹബിനെ കുറിച്ച്, ഹനഫി നിസ്കാരങ്ങളെ കുറിച്ച് വ്യക്തമായി കിതാബുകൾ നോക്കി തന്നെ അൽഹംദുലില്ലാ നമ്മുടെ തസ്കിയ മീഡിയയിൽ അതിന്റെ ക്ലാസുകളുണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോ ശാഫിഈ മദ്ഹബിനെ കുറിച്ച് ആ മദ്ഹബിലെ പണ്ഡിതന്മാരുടെ ക്ലാസുകൾ കാണാം. അപ്പൊ പഠിക്കേണ്ട സമയത്ത് നാം പഠിക്കണം, സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി പഠിക്കണം. പഠിക്കാതെ ചെയ്യുന്ന അമലുകൾക്ക് സ്വീകാര്യതയില്ല. പഠിക്കാതെ ചെയ്യുന്ന അമലുകൾക്ക് സ്വീകാര്യതയില്ല. മർദൂദത്തുൻ, അത് തള്ളപ്പെടുന്ന അമലുകളാണ്. അത് തള്ളപ്പെടുന്ന അമലുകളാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കി, എങ്ങനെ എത്ര അമലുകൾ. അത്തഹിയ്യാത്ത് ഓതാൻ അറിയാത്തവർ, അത്തഹിയ്യാത്തിന് ശേഷമുള്ള ദുആ സ്വലാത്ത് അറിയാത്തവർ, വജ്ജഹത്ത് അറിയാത്തവർ, സനാ അറിയാത്തവർ, ഇങ്ങനെ എത്ര ആളുകൾ. വാപ്പാന്റെ ജനാസ മുമ്പിൽ കൊണ്ടുവച്ചു. ഉസ്താദ് പള്ളിയിൽ അനൗൺസ് ചെയ്തു, വാപ്പാടെ ജനാസ മകനാണ് നിസ്കരിക്കുന്നത്. ഉടൻ തന്നെ മോൻ പോയി ഉസ്താദിന്റെ ചെവിയിൽ ചെന്ന് ചോദിക്കുക, ഉസ്താദെ, മയ്യിത്ത് നിസ്കാരത്തിൽ എത്ര റക്അത്താണുള്ളത്? സുബ്ഹാനല്ലാഹ്. ഇത് കേവലം ഒരു കോമഡി പറഞ്ഞതല്ല, നടന്ന സംഭവമാണ്. എത്ര റക്അത്താണ് ഉസ്താദേ? മയ്യിത്ത് നിസ്കാരത്തിന് റുകൂഉം സുജൂദും ഒന്നുമില്ലാത്ത നിസ്കാരമാണ് എന്ന് പോലും അറിയാത്ത മകൻ. സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ ഇബാദത്തുകളും, ആ ഇബാദത്തുകളുടെ രൂപങ്ങൾ, ആ ഇബാദത്തുകളുടേതായ രീതികൾ നന്നായി നാം പഠിക്കേണ്ടതുണ്ട്. പഠിക്കാതെ പൊന്നാര മുത്ത് നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. പഠിക്കാൻ അവസരം കിട്ടിയിട്ടും പഠിക്കാതെ കഴിയുന്ന ആളുകള്, അതെ, അവർ നാളെ ഈ അജ്ഞത കാരണത്താൽ അവർ വിചാരണയൊന്നും തന്നെ കൂടാതെ നരകത്തിലേക്ക് കടക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. ഞാൻ വിശദീകരിക്കുന്നില്ല. ആറാമത്തെ വിഭാഗം ആരാണെന്നറിയുമോ? വിചാരണ കൂടാതെ നരകത്തിലേക്ക് കടക്കുന്ന ആറാമത്തെ വിഭാഗം ഏതാണെന്നറിയുമോ? ആ വിഭാഗത്തെ കുറിച്ച് പറയുമ്പോ എന്റെ ഖൽബ് വല്ലാണ്ട് പിടയ്ക്കുന്നുണ്ട്, വല്ലാണ്ട് പ്രയാസപ്പെടുന്നുണ്ട്. ഏതാണ് ആ വിഭാഗമെന്നറിയുമോ? പൊന്നാര മുത്ത് നബി തങ്ങൾ പഠിപ്പിക്കുന്നു, വൽ ഉലമാ, പണ്ഡിതന്മാരാണ്. അല്ലാഹുവിന്റെ ഇൽമു പഠിച്ചവരായ പണ്ഡിതന്മാരാ. ആ പണ്ഡിതന്മാര് നാളെ വിചാരണ കൂടാതെ അതേ ഖബറിൽ നിന്ന് ഡയറക്റ്റ് നരകത്തിലേക്ക് പോകുമെന്ന് സയ്യിദുനാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൊന്നാര മുത്ത് നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. ആരാണ്? പണ്ഡിതന്മാർ. നരകവും സ്വർഗവും നമുക്ക് പറഞ്ഞു തന്ന പണ്ഡിതന്മാർ, ആഖിറത്തെ കുറിച്ച് നമുക്ക് ബോധം നൽകിയ പണ്ഡിതന്മാർ, ആഖിറത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്ന പണ്ഡിതന്മാർ, ഖബറുണ്ടെന്നും മഹ്ശറുണ്ടെന്നും ഹിസാബുണ്ടെന്നും മീസാൻ ഉണ്ടെന്നും സ്വർഗങ്ങളും നരകങ്ങളും ഉണ്ട് എന്നുമൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്ന, പരിചയപ്പെടുത്തി തന്ന
പണ്ഡിതന്മാർ അവർ നരകത്തിലാണ്. അതും എങ്ങനെയാണ്? വിചാരണയൊന്നും കൂടാതെ അവർ നരകത്തിലേക്ക് പോകുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. എന്ത് കാരണത്താലാണ് പണ്ഡിതന്മാർ നരകത്തിലേക്ക് പോകുന്നത്? എന്തേ കാരണം പണ്ഡിതന്മാര് നരകത്തിലേക്ക് പോകാനുള്ള കാരണം എന്താണ്? മുത്ത് നബി തങ്ങൾ പഠിപ്പിക്കുന്നു, ബിൽ ഹസദി, ഹസദ് കാരണത്താലാണ്. പണ്ഡിതന്മാർക്ക് എന്ത് പിടിപെടും? ഹസദ് പിടിപെടും. എന്താണ് ഹസദ്? ഹസദ് എന്ന് പറഞ്ഞാൽ അസൂയ. അത് വല്ലാത്ത ഒരു രോഗമാണ്. അസൂയ അത് പണ്ഡിതന്മാരിൽ പിടിപെട്ട് കഴിഞ്ഞാൽ ആ പണ്ഡിതൻ പിന്നെ ദുഷിച്ചും നശിച്ചും പോയി. ഒരു പണ്ഡിതനിൽ അസൂയ എന്ന രോഗം പിടിപെട്ടുപോയോ, സാധാരണക്കാരന് അസൂയ വരുന്നത് പോലെയല്ല ഒരു പണ്ഡിതന് അസൂയ വരിക. സാധാരണക്കാരൻ അസൂയ വരുന്നത് പോലെയല്ല ഒരു പണ്ഡിതന്റെ മനസ്സിൽ അസൂയ ഉണ്ടാവുന്നത്. അങ്ങനെ ഒരു പണ്ഡിതന്റെ മനസ്സിൽ അസൂയ ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം അവൻ ദുഷിച്ചു പോകുന്നു, പിന്നെ അവൻ നശിച്ചു പോകുന്നു. രണ്ടും അവനിൽ സംഭവിക്കും. ഇങ്ങനെ എത്രയെത്ര പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ കഴിയും, മുൻഗാമികളായ പണ്ഡിതന്മാർ. അതുകൊണ്ട് ഹസദ് എന്ന് പറയുന്ന രോഗം അത് ആലിമീങ്ങൾക്ക് ചേർന്ന രോഗമല്ല, അത് ഉഖർവിയായ പണ്ഡിതന്മാർക്ക് യോജിച്ചതായ അതേ രോഗമല്ല. രോഗങ്ങൾ എല്ലാ മനുഷ്യന്മാർക്കും വരും, എന്നാൽ ചില രോഗങ്ങൾ ചിലർക്ക് വരാൻ പാടില്ല. അതിൽപ്പെട്ട ഒരു രോഗമാണ് ഹസദ് എന്ന് പറയുന്ന രോഗം, അസൂയ എന്ന് പറയുന്ന രോഗം. ആ രോഗം ആലിമീങ്ങൾക്ക് വന്നുകൂടാ, ആ രോഗം പണ്ഡിതന്മാർക്ക് വന്നുകൂടാ. അതല്ലേ മഹാനായ അഹ്മദുൽ കബീർ റിഫാഈ തങ്ങളോട് അവിടുത്തെ ഉസ്താദ് കൊടുത്ത ഉപദേശങ്ങളിൽപ്പെട്ട ഒരു ഉപദേശമാ വൽ ഇല്ലത ബിൽ തിബ്ബാ. പൊന്നുമോനെ, ഡോക്ടർമാര് രോഗികളാകുന്നത് വളരെ മോശമല്ലേ പൊന്നുമോനെ? അതുകൊണ്ട് രോഗം വരാതെ നോക്കണേ നിങ്ങള്. ഏത് രോഗമാ? അത് ഖൽബിയായ രോഗമാ, ഹസദ് എന്ന് പറയുന്ന രോഗമാ. ആ രോഗം പണ്ഡിതന്റെ ഖൽബിൽ വരുന്നത് വളരെ മോശം തന്നെയാ. പണ്ഡിതൻ എന്ന് പറയുന്നത് അതേ ഈ ഉമ്മത്തിന്റെ ഈ ലോകത്തിന്റെ ഡോക്ടർമാരാണവർ. ഈ ഉമ്മത്തിന് രോഗം വരുമ്പോ ചികിത്സ കൊടുക്കേണ്ടത് അവരാണ്, പണ്ഡിതന്മാരാണ്. പണ്ഡിതന്മാരാകുന്ന ഡോക്ടർമാർ അവർ രോഗികളായി പോകുന്നത് വളരെ മോശമാണ്, മോശമാ. മഹാനായ അഹ്മദുൽ കബീർ റിഫാഈ തങ്ങളോട് അവിടുത്തെ ഉസ്താദ് കൊടുക്കുന്ന ഉപദേശമാ. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ലോകത്ത് ആദ്യം നടന്ന കൊലപാതകം, ലോകത്ത് ആദ്യം നടന്ന കൊലപാതകം എന്തിന്റെ പേരിലാണ്? എന്തിന്റെ പേരിലാണ്? അസൂയയുടെ പേരിലാണ്. അസൂയയുടെ പേരിലാണ് ലോകത്ത് ആദ്യമായി കൊലപാതകം നടന്നത്. ഹസദെന്ന രോഗം കാക്കണേ മരണം വരെ, ഖാബീൽ തിന്ന് തുലച്ച നഞ്ചാലോകരെ. ഹസദ് എന്ന് പറയുന്ന രോഗം ആദ്യമായി പിടിപെടുന്നത് ആദം നബി അലൈഹിസ്സലാമിന്റെ മകനാകുന്ന ഖാബീലിന്റെ ഖൽബിലാണ്. ഖാബീൽ എന്ന് പറയുന്ന ആദം നബി അലൈഹിസ്സലാമിന്റെ മകന്റെ ഖൽബിലാണ് ലോകത്ത് ആദ്യമായി ഹസദ് എന്ന് പറയുന്ന അസൂയ എന്ന് പറയുന്ന രോഗം പിടിപെടുന്നത്. ആ രോഗം പിടിപെട്ടപ്പോൾ ഖാബീൽ എന്ന ആദം നബിയുടെ മകൻ ആരായി മാറി? ഒരു കൊലപാതകിയായി മാറി. ലോകത്തെ ആദ്യത്തെ മർഡർ കേസ് ഏതാണ്? അത് ഖാബീൽ സ്വന്തം സഹോദരനായ ഹാബീലിനെ കൊന്നുകളഞ്ഞു. എന്തിന്റെ പേരിൽ? അസൂയയുടെ പേരിലാണ്. എന്തേ അസൂയ വന്നത്? ഹാബീൽ കല്യാണം കഴിച്ച പെണ്ണിന് നല്ല സൗന്ദര്യമുണ്ടായിരുന്നു. ആ പെണ്ണിന്റെ സൗന്ദര്യത്തിനോട് അസൂയ പൂണ്ട്, അല്ലെങ്കിൽ അവരുടെ ദാമ്പത്യ ജീവിതത്തിനോട് അസൂയ പൂണ്ട്. ആ അസൂയയാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത്. സുബ്ഹാനല്ലാഹ്.
ഒന്ന് ചിന്തിച്ചു നോക്ക്. അതുകൊണ്ട് ഹസദ് എന്ന് പറയുന്ന രോഗം അതൊരു ആലിമിന്റെ എന്ന് മാത്രമല്ല ഒരാളുടെയും ഖൽബിൽ വരാൻ പാടില്ല. പൊന്നാര മുത്ത് നബി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, അൽ ഹസദു യഅകുലുൽ ഹസനാതി കമാ തഅകുലുൻ നാറു അൽ ഹത്തബാ. അൽ ഹസദു, അസൂയ എന്ന് പറയുന്നത്, ആ അസൂയ യഅകുലുൽ ഹസനാതി, എല്ലാ നന്മകളെയും അത് തിന്നു കളയുന്നതാണ്. കമാ തഅകുലുൻ നാറു, ഇതുപോലെ തീയിലേക്ക് വിറക് വെച്ചു കൊടുക്കുമ്പോ ആ തീയ് വിറകിനെ തിന്ന് കരിച്ച് ചാമ്പലാക്കി കളയുന്നത് പോലെ, ആ വിറകിനെ വെണ്ണീറാക്കി കളയുന്നത് പോലെ നീ നിന്റെ ജീവിതത്തില് ആകാശം മുട്ട വലിപ്പമുള്ള വലിയ വലിയ അമലുകള് നീ നിന്റെ ജീവിതത്തിൽ ചെയ്തു കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അണുമണി തൂക്കം ഹസദ് നിന്റെ കൽബിലേക്ക് വന്നു പോയാൽ, ഒരൽപ്പം അസൂയ നിന്റെ കൽബിലേക്ക് വന്നു പോയാ, ആകാശം മുട്ട വലിപ്പമുള്ള ഇബാദത്തുകൾ നീ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിലോ നിന്റെ ഇബാദത്തുകൾ മുഴുവനും പൊളിഞ്ഞു പോകുമെന്ന്, നിന്റെ ഇബാദത്തുകൾ മുഴുവനും നശിച്ചു പോകുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഹസദ് നമ്മുടെ കൽബിൽ വന്നുകൂടാ, ഒരാളുടെയും കൽബിൽ വന്നുകൂടാ. പ്രത്യേകിച്ച് ഉലമാക്കളുടെ കൽബില്, ആലിമീങ്ങളുടെ കൽബില്, പണ്ഡിതന്മാരുടെ കൽബില്, അതും ഉഖ്റവിയായ പണ്ഡിതന്റെ കൽബില് ഒരാളെ കുറിച്ചും അസൂയ വന്നുകൂടാ. അല്ലാഹു നമ്മുടെ കൽബുകൾ നന്നാക്കി തരുമാറാകട്ടെ. ഉഖ്റവിയായ ആലിമിന് അടയാളങ്ങളുണ്ട്. വലി ആലിമിൽ ഉഖ്റ അലാമാത്തുൻ തുറാ. ഉഖ്റവിയായ ആലിമീങ്ങൾക്ക് അവരെ തിരിച്ചറിയാൻ ചില അടയാളങ്ങൾ മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ അടയാളങ്ങൾ ഉള്ളവരാണ് ഉഖ്റവിയായ ആലിമീങ്ങൾ. ആ അടയാളത്തിൽപ്പെട്ട ഒരു അടയാളമാണ് അവർക്ക് മറ്റ് ഒരു ആലിമിനോടും മറ്റൊരാളോടും അവർക്ക് എന്തു തോന്നൂല, അസൂയ തോന്നൂല. ഡോക്ടർക്ക് ഡോക്ടറോട് അസൂയ തോന്നിയേക്കാം, എഞ്ചിനീയർക്ക് എഞ്ചിനീയറോട് അസൂയ തോന്നിയേക്കാം, ഒരു പോലീസുകാരന് മറ്റൊരു പോലീസുകാരനോട് അസൂയ തോന്നിയേക്കാം. പക്ഷെ ഒരു ആലിമിനോട് അസൂയ തോന്നാൻ പാടില്ല. അസൂയ വന്നുപോയാൽ അത് ശരിക്കും ഉഖ്റവിയായ ഒരു ആലിമല്ല, നരകത്തിലേക്ക് സീറ്റ് ബുക്ക് ചെയ്യപ്പെട്ട, നരകത്തിലേക്ക് ഡയറക്റ്റ് കടക്കുന്ന ആലിമാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ഇത് പഠിപ്പിക്കുന്നതാരാണ്?